ഓക്കെ, രണ്ട് കൈ ചിന്മുദ്ര വയ്ക്കുക. ഓക്കെ, നട്ടലൊക്കെ സ്ട്രൈറ്റ് ആക്കി വയ്ക്കുക. ഷോൾഡറൊക്കെ ഓപ്പൺ ചെയ്ത് കണ്ണടച്ച് റിലാക്സ് ആയിട്ടിരിക്കുക. ഇൻഹേൽ, exhale, inhale, exhale, inhale, exhale. നമസ്കാരമുദ്ര. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. യോഗ ചെയ്യുന്നതിലൂടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച് യോഗ ചെയ്യുന്നതിലൂടെ നല്ലൊരു ഉണർവും ഉന്മേഷമൊക്കെ ഉണ്ടാകാൻ പ്രാർത്ഥിച്ച് ഭൂമിയിലെ സർവ്വ സൃഷ്ടികൾക്ക് നന്മയുണ്ടാകാൻ പ്രാർത്ഥിക്കുക. ചിണ്ടാവും, താടി താഴ്ത്തുക, താടി ഉയർത്തുക, ഉള്ളം കൈ നന്നായിട്ട് കൂടി തിരുമേ. രണ്ട് കൈ കപ്പിയ കണ്ണിൻ്റെ പുറത്തേക്ക് വയ്ക്കുക. മുഖമൊക്കെ സാവധാനം തടവിയെടുക്കുക. രണ്ട് കൈ മുന്നിലോട്ട് കൊണ്ടുവരാം. കണ്ണ് ചിമ്മി ചിമ്മി സാവധാനം ഉള്ളം കൈയിലോട്ട് കണ്ണ് തുറന്ന് നോക്കിയേ. ഓക്കെ ഗുഡ്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന ബ്രീത്തിങ് എക്സസൈസാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും രണ്ട് കൈ ഇങ്ങനെ വെച്ചോ. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈ ഇങ്ങനെ ഓപ്പൺ ചെയ്യും. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരും. ശ്വാസം എടുത്ത് ഓപ്പൺ ചെയ്യുക. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, breathe out, breathing, breathe out, breathing, breathe out, breathing, breathe out, breathing, breathe out. ഓക്കെ, റിലാക്സ് ആയിട്ടിരിക്കുക. എല്ലാവരും ഒന്ന് കണ്ണടച്ചിരുന്നു. ഓക്കെ, സാവധാനം കണ്ണ് തുറക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന രണ്ട് കൈ തലയുടെ പുറകിലേക്ക് ഇങ്ങനെ വെച്ച്, തലയുടെ പുറകിൽ ലോക്ക് ചെയ്യേണ്ട, അല്ലാതെ ജസ്റ്റ് വച്ചാൽ മതി. വച്ചോ. ഇനി രണ്ട് കൈ തമ്മിൽ ടച്ച് ചെയ്ത കായ് മുട്ട് ടച്ച് ചെയ്തോ. ഇനി ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. നെഞ്ച് നന്നായിട്ട് ഓപ്പൺ ചെയ്ത് ഷോൾഡർ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. ഓക്കെ, ശ്വാസം എടുത്ത് കൈ ഓപ്പൺ ചെയ്ത് ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. Breathing, breathe out, 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 breathing, breathe out. ഓക്കെ, റിലാക്സ് ആയിട്ടിരിക്കുക. ഓക്കെ ഗുഡ്. സാവധാനം കണ്ണ് തുറക്കുക. രണ്ട് കൈ ഇങ്ങനെ കെട്ടിയോ. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈ ഇങ്ങനെ തലയുടെ മുകളിലേക്ക് കൊണ്ട് ശ്വാസം എടുത്ത് ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. ഓക്കെ, ശ്വാസം എടുത്ത് ഉയർത്താം. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. സ്ലോ ആയിട്ട് ചെയ്യാം. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, breathe out, breathing, breathe out, breathing, breathe out. ഓക്കെ, റിലാക്സ് ആയിട്ടിരിക്കുക. ഓക്കെ, സാവധാനം കണ്ണ് തുറക്കുക. നമ്മൾ എന്ന് ചെയ്യുന്ന സംഭവം ഒന്ന് തന്നെയാണ്. ലെൻസിൻ്റെ കപ്പാസിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ബ്രീത്തിങ് എക്സസൈസാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ശ്വാസം എടുത്ത് ഓപ്പൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നു. ഓക്കെ,
എല്ലാ ദിവസവും ഒരുപോലെ ആകുമ്പോൾ നമുക്കൊരു മടുപ്പ് വന്നു. അതുകൊണ്ടാണ് മാറ്റി മാറ്റി ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പുകൾ വേറെ ആണെങ്കിൽ ഇതിൻ്റെ ഗുണമെല്ലാം എന്താണ്? ഒന്ന് തന്നെയാണ്. ഓക്കെ, രണ്ട് കൈ പുറകിൽ സപ്പോർട്ട് ചെയ്യുക. കാലൊക്കെ ഒന്ന് നീട്ടിയിട്ടോളൂ. കാലൊക്കെ ഒന്ന് അനക്കി കൊടുക്കുക. 1 2 3 4. ഓക്കെ ഗുഡ്. കാലത്തോടെ ഭാഗം അനക്കിയ 1 2 3. ഓക്കെ ഗുഡ്. ഒരികൂടെ ചെയ്യാം. 1 2 3. ഓക്കെ ഗുഡ്. ഒരികൂടെ ചെയ്യാം. കാലത്തോടെ ഭാഗം അനക്കിയ 1 2 3. ഓക്കെ ഗുഡ്. വലത് കാലം മടക്കി കുത്തി വെച്ചേ. വലത് കാലം തുടയുടെ അടിഭാഗത്തൂടെ കൈകൊണ്ട് ലോക്കി അടിയിലൂടെ, തുടയിലൂടെ അടിയിലൂടെ ലോക്കിയെ കാൽ ഉയർത്തി വെച്ച് കാൽപാദം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. 1 2 3 4 5 6. റൊട്ടേറ്റ് ചെയ്ത വലത്തോട്ട് കറങ്ങി കൊടുത്തേ. 1 2 3 4 5 6. ഓപ്പോസിറ്റ്. 1 2 3 4 5 6. സാധാരണ കാല് താഴെ വയ്ക്കുക. ഓക്കെ, ഓപ്പോസിറ്റ് കാല് മടക്കിയേ. കാലിൻ്റെ തുടയിലടിയിലൂടെ ലോക്ക് ചെയ്യുക. കാല് മുകളിലേക്ക് ഉയർത്തുക. അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. 1 2 3 4 5 6. വലത്തോട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തേ. 1 2 3 4 5 6. ഓപ്പോസിറ്റ്. 1 2 3 4 5 6. സാധാരണ കാല് താഴെ വയ്ക്കുക. രണ്ട് കൈ പുറകെ സപ്പോർട്ട് ചെയ്തേ. കാലിലെ വിരലുകളൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. റിലീസ് ചെയ്യുക. 1 2 1 2 1 2 1 2 1 2 1 2. ഓക്കെ ഗുഡ്. ഓക്കെ, രണ്ട് കാലം ഓപ്പൺ ചെയ്യുക. കാൽമുട്ട് വേദന മാറേണ്ട എക്സസൈസ് ചെയ്യുക. 1 2. ഓരോ കാൽമുട്ട് മടക്കി വയറിനോട് നെഞ്ചിനോടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് റിലീസ് ചെയ്യുക. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. ഓക്കെ ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് വലത് കാല് മാത്രം മടക്കി വയറിനോട് നെഞ്ചിനോട് ചേർത്ത് പിടിച്ച്. ഓക്കെ ഗുഡ്. സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം പുറത്തേക്കിട്ട് സാധാരണ കാല് നീട്ടിയിടാം. ഓക്കെ, ഇനി ഓപ്പോസിറ്റ് കാല് മടക്കി വയറിനോട് നെഞ്ചിനോട് ചേർത്ത് വെച്ച്. ഓക്കെ ഗുഡ്. സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം പുറത്തേക്കിട്ട് കാല് നീട്ടിയിട്ട്. ഓക്കെ, റിലാക്സ് ആയിട്ടിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന രണ്ട് കാലം ചേർത്ത് വെച്ചേ. എല്ലാവരും ചേർത്ത് വെച്ചോ. 1. ഒരുമിച്ച് രണ്ട് കാലം ഒരുമിച്ച് മടക്കാം. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. ഓക്കെ, റിലാക്സ് ആയിട്ടിരിക്കുക. ഓക്കെ, രണ്ട് കാലം ഓപ്പൺ ചെയ്ത്. രണ്ട് കാലം ഓപ്പൺ ചെയ്യുക. രണ്ട് കൈ കൊണ്ട് ക്രോസ് ചെയ്ത് കാല് ടച്ച് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. സ്പീഡ് കൂട്ടിയേ. 1 2 3 4 5 6 7 8 9 10. ഒരിക്കലും ചെയ്തേ. 1 2 3 4 5 6 7 8 9 10. റിലാക്സ് ആയിട്ടിരിക്കുക. ഓക്കെ, സാധാരണ തിരിച്ചു വരാം. രണ്ട് കാലം ചേർത്ത് വെച്ച്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്ന വള്ളം തുഴയുന്നില്ലേ, അതുപോലെയാണ് ചെയ്യണേ. രണ്ട് കൈ ലോക്ക് ചെയ്തേ.
ലോക്ക് ചെയ്തിട്ട് വലത് സൈഡിലോട്ട് തുഴയുക. 1. ബോഡി പുറകിലോട്ട് പോയി വീണ്ടും ഫ്രണ്ടിലോട്ട് വന്ന് ആഞ്ഞ് ചെയ്യുക. 1 2 3 4 5 6. ഓക്കെ, ഇനി ഓപ്പോസിറ്റ് ചെയ്ത് ഇടത് സൈഡ് ചെയ്യുക. ഇടത് 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഗുഡ്. സെൻറ്റർ. രണ്ട് കാലിൻ്റെ നടുക്ക്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, റിലാക്സ് ആയിട്ടിരിക്കുക. ഒന്ന് ടയേർഡ് ആയിട്ടുണ്ടാവും. റിലാക്സ് ആയിട്ടിരുന്ന രണ്ട് കാലം ഓപ്പൺ ചെയ്യുക. രണ്ട് കൈ പുറകിൽ സപ്പോർട്ട് ചെയ്യുക. തല പുറകിലേക്ക് വെച്ച് കണ്ണടച്ചിരുന്ന എല്ലാവരും നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ശ്രദ്ധിച്ച് റിലാക്സ് ആയിട്ടിരിക്കുക. നന്നായിട്ട് ശ്വാസം എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. ഓക്കെ, സാവധാനം തിരിച്ചു വരാം. രണ്ട് കാലം ഓപ്പൺ ചെയ്തേ. ഒരിക്കൽ കൂടെ രണ്ട് കാലം ടച്ച് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തോളൂ. രണ്ട് കാലം ഓപ്പൺ ചെയ്യുക. ചക്ക് തലാസനം ചെയ്യുക. ഓക്കെ, ടയർഡായോ? ഇല്ലല്ലോ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, രണ്ട് കൈ ഇങ്ങനെ ലോക്ക് ചെയ്തേ. അരി ആട്ടുന്ന പോലെ റൊട്ടേറ്റ് ചെയ്യാണ്ട്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഗുഡ്. റിലാക്സ് ആയിട്ടിരിക്കുക. ഓക്കെ, പുതിയതായിട്ട് വന്നവർ നോക്കിക്കോളൂ. കൈ ഇങ്ങനെ മടക്കാൻ പാടില്ല. ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ മടക്കിയല്ല വരുന്നത്. നമ്മുടെ അരക്കെട്ട് മാത്രം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ. കൈ സ്ട്രൈറ്റ് ആയിട്ടിരിക്കും. നമ്മുടെ ബോഡി മാത്രം പുറകിലോട്ട് പോവും, ഫ്രണ്ടിലോട്ട് വരും, വീണ്ടും പുറകിലോട്ട് പോവും. കൈ ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, കൈ ഇങ്ങനെ മടക്കാൻ പാടില്ല. നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് വീണ്ടും അങ്ങനെയല്ല. നമ്മുടെ ഈ അരക്കെട്ടാണ് വരുന്നത്. കണ്ടോ, നമ്മുടെ ബോഡിയാണ് ഫ്രണ്ടിലോട്ടും പുറകിലോട്ടും വരുന്നത്. കണ്ടോ, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, റിലാക്സ് ആയിട്ടിരിക്കുക. ഓക്കെ, സാവധാനം തിരിച്ചു വരാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ബട്ടർഫ്ലൈ പോസാണ്. ആദ്യം നമുക്ക് ഹാഫ് ബട്ടർഫ്ലൈ ചെയ്യാം. നമ്മുടെ ഇടത് കാലിൻ്റെ പുറത്തെടുത്ത് വലത് കാല് വെച്ച്, ഇടത് കാലിൻ്റെ പുറത്തെടുത്ത് വലത് കാല് വയ്ക്കുക. വെച്ചോ. ഇനി ഒരു കാലം മാത്രം ഫ്ലൈ ചെയ്ത് കൊടുത്തേ. 1 2. ഇതിങ്ങനെ ഫ്ലൈ ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ കൊണ്ടായാലും ഇങ്ങനെ കൊടുക്കാം. തുടവണ്ണമൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ പറ്റാത്തവരുണ്ടെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ ഫ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ടോ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഗുഡ്. കാൽ നീട്ടിയിട്ട് ഓപ്പോസിറ്റ് കാലെടുത്ത് വെച്ച് വെച്ചോ. ഓക്കെ, ഇനി ഫ്ലൈ ചെയ്ത് കൊടുത്താൽ 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഗുഡ്. സാവധാനം കാല് നീട്ടിയിടാം. രണ്ട് കാലനക്കി കൊടുത്തേ. ഓക്കെ, നെക്സ്റ്റ് രണ്ട് കാലം ഒരുമിച്ച് കൊണ്ടുവരാം. രണ്ട് കാലം ഒരുമിച്ച് വന്ന് ഫ്ലൈ ചെയ്ത് കൊടുക്കാം. 1 2 3
4 5 6 7 8 9 10 സ്പീഡ് ഔട്ടേ 1 2 3 4 5 6 7 8 9 10 ഓക്കെ ഗുഡ് സ്ലോ ആയതേ 1 2 3 സ്റ്റോപ്പ് ചെയ്യുക തല മുകളിലേക്ക് ഉയർത്താം നന്നായിട്ട് ശ്വാസം എടുത്ത് സാവധാനം മുന്നിലേക്ക് കൈ കൊണ്ട് നടന്ന് 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 കെയർഫുള്ളായിട്ട് മുന്നിലോട്ട് വന്ന് കുനിഞ്ഞിരുന്ന് ഓക്കെ ഗുഡ് സ്റ്റേ 1 2 3 4 5 6 സാവധാനം തിരിച്ചു വരാം ഓക്കെ നന്നായിട്ട് ഫ്ലൈ ചെയ്തേ തുടയുടെ ഭാഗമൊക്കെ നല്ല പിടുത്തം ഉണ്ടാവും ഇടയ്ക്ക് ബ്രേക്ക് ആയതുകൊണ്ട് പതിയെ പതിയെ ബോഡി പഴയതാക്കി എടുക്കുക 1 2 3 4 5 6 7 8 9 10 സ്പീഡ് ഔട്ട് ചെയ്യാം 1 2 3 4 5 6 7 8 9 10 ഒരിക്കൽ കൂടെ സ്പീഡ് ഔട്ട് ചെയ്യാം 1 2 3 4 5 6 7 8 9 10 സ്ലോ ചെയ്തേ 1 2 3 4 സ്റ്റോപ്പ് ചെയ്യുക തല മുകളിലേക്ക് ഉയർത്തുക നന്നായിട്ട് ശ്വാസം എടുക്കുക സാവധാനം മുന്നിലേക്ക് കൈകൊണ്ട് നടന്ന് 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 കെയർഫുള്ളായിട്ട് വരാം വയറുളുക്കരുത് കെയർഫുള്ളായിട്ട് മുന്നിലോട്ട് വന്ന് കുനിഞ്ഞിരുന്നേ ഓക്കെ ഗുഡ് സ്റ്റേ 1 2 3 4 5 6 സാവധാനം തിരിച്ചു വരാം ഓക്കെ ഗുഡ് നെക്സ്റ്റ് പറ്റുന്നവരൊക്കെ ചെയ്യുന്ന നമ്മളടുത്ത് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ നമ്മുടെ ഇടത് കൈ വലത് കാൽമുട്ടിലോട്ട് വെച്ച് ഇടത് കൈ വലത് കാൽമുട്ടിലോട്ട് വെച്ചോ വലത് കൈ ശ്വാസം എടുത്ത് ഉയർത്തി സ്ട്രെച്ച് ചെയ്ത് നോക്കി പറ്റുന്ന അത്രയും ഓക്കെ ഗുഡ് സ്റ്റേ 1 2 3 4 5 6 ശ്വാസം എടുത്ത് വരാം ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യും വലത് കൈ ഇടത് കാൽമുട്ടിൽ വെച്ച് വലത് കൈ ഇടത് കാൽമുട്ടിൽ വയ്ക്കുക ഇടത് കൈ ശ്വാസം എടുത്ത് ഉയർത്തുക നന്നായിട്ടൊന്ന് ബോഡി ലിഫ്റ്റ് ചെയ്യുക ഓപ്പോസിറ്റ് സൈഡിലോട്ട് പറ്റുന്ന അത്രയും മുട്ടിങ്ങനെ ഉയരരുത് പറ്റുന്നത് അത്രയും മതി കുറച്ചെങ്കിൽ അത്രയും മതി ഓക്കെ ഗുഡ് സ്റ്റേ 1 2 3 4 5 6 സാവധാനം ശ്വാസം എടുത്ത് വരാം ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യും ഓക്കെ കാലൊക്കെ ഒന്ന് നീട്ടിയിട്ട് കാലൊക്കെ ഒന്ന് ഷേക്ക് ചെയ്തേ കാല് തുടയുടെ ഭാഗം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യാം 1 2 3 ഓക്കെ കാലം നനക്കി കൊടുത്തേ 1 2 3 ഓക്കെ ഒരിക്കലും ചെയ്യാം 1 2 3 ഓക്കെ ഗുഡ് കാലത്തോടെ ഭാഗം നനയ്ക്ക് 1 2 3 ഓക്കെ ഗുഡ് ഒരിക്കലും ചെയ്യാം 1 2 3 കാലത്തോടെ ഭാഗം നനക്കാം 1 2 3 ഓക്കെ ഗുഡ് റിലാക്സ് ആയിട്ടിരിക്കുക എല്ലാവരും ഒന്ന് കണ്ണടച്ചിരുന്നേ രണ്ട് കാലം ഓപ്പൺ ചെയ്യുക രണ്ട് കൈ രണ്ട് സൈഡിലോട്ട് വയ്ക്കുക തല പുറകിലേക്ക് വെച്ച് കണ്ണടച്ചിരിക്കുക നമ്മൾ ഇരുന്നിട്ട് റിലാക്സ് ചെയ്യുന്നത് എങ്ങനെയാണ് കണ്ണടച്ച് നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നത് മാത്രം ശ്രദ്ധിച്ച് റിലാക്സ് ആയിട്ടിരിക്കുക യോഗയിൽ ഇതിനെ ശിഥില ദണ്ഡാസന എന്നാണ് പറയുന്നത് റെസ്റ്റിംഗ് പോസ്റ്റാണ് നമ്മൾ ഇരുന്നിട്ട് റെസ്റ്റ് എടുക്കുന്ന പോസ്റ്റാണ് ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക നിങ്ങളുടെ ബോഡിയിൽ വന്ന മാറ്റത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നത് ശ്രദ്ധിക്കുക നിങ്ങളുടെ ബ്രീത്തിൽ വന്ന മാറ്റത്തെ ശ്രദ്ധിക്കുക ഓക്കെ കൂടി സാവധാനം തിരിച്ചു വരാം നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജാനു ശീർഷാസനയാണ് ചെയ്യാൻ പോകുന്നത് വലത് കാല് നീട്ടിയിടുക ഇടത് കാല് മടക്കി വലത് കാലിൻ്റെ തുടയിൽ ചവിട്ടി വെച്ചോ ശ്വാസം എടുത്ത് കൈ ഉയർത്തുക ലോക്ക് ചെയ്യുക ബോഡി മുകളിലോട്ട് വലിച്ചു പിടിക്കുക ഓക്കെ ഗുഡ് ശ്വാസം പുറത്തേക്ക് വിട്ട് വലത് കാല് ടച്ച് ചെയ്ത് കുനിഞ്ഞിരുന്ന് എവിടെയാണോ പറ്റുന്നത് അവിടെ പിടിച്ചിട്ട് കുനിഞ്ഞിരിക്കുക ഓക്കെ ഗുഡ് സ്റ്റേ 1 2 3 4 5 6 ശ്വാസം എടുത്ത് കൈ ഉയർത്താം ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക ഓപ്പോസിറ്റ് ചെയ്ത് ഇടത് കാല് നീട്ടിയിടാം വലത് കാല് മടക്കി ഇടത് കാലിന് തുടയിൽ ചവിട്ടി വെച്ചോ ഓക്കെ രണ്ട് കൈ ശ്വാസം എടുത്ത് ഉയർത്തുക ലോക്ക് ചെയ്ത് രണ്ട് അരക്കെട്ട് മുകളിലോട്ട് വലിച്ചു പിടിച്ച് നന്നായിട്ട് ഓക്കെ ഗുഡ് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരം മൊത്തം ലൂസാക്കി ബോഡി മൊത്തം ലൂസാക്കി ഇടത് കാലിൻ്റെ എവിടെയാണോ പറ്റുന്നത് അവിടെ പിടിച്ച് കുനിഞ്ഞിരുന്നത് ഓക്കെ ഗുഡ് സ്റ്റേ 1 2 3 4
5 6. ശ്വാസം എടുത്ത് കൈ ഉയർത്താം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യാം. ഓക്കെ, ഒരിക്കൽ കൂടെ ചെയ്യാം. വലത് കാലം നീട്ടിയിട്ട് ഓപ്പോസിറ്റ്. വലത് കാലം നീട്ടിയിടുക, ഇടത് കാലം മടക്കി വലത് കാലിൻ്റെ തുടയിൽ ചവിട്ടി വയ്ക്കുക. ശ്വാസം എടുത്ത് കൈ ഉയർത്തുക, ലോക്ക് ചെയ്യുക, ബോഡി മുകളിലോട്ട് വലിച്ചു പിടിച്ച്. ഓക്കെ ഗുഡ്. ശ്വാസം പുറത്തേക്ക് വിട്ട് വലത് കാല് ടച്ച് ചെയ്ത് കുനിഞ്ഞിരുന്ന്. ഓക്കെ ഗുഡ്. സ്റ്റേ 1 2 3 4 5 6 7 8 9 10. ശ്വാസം എടുത്ത് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യാം. ഓക്കെ ഗുഡ്. ഓപ്പോസിറ്റ് വന്നേലായി. ഓപ്പോസിറ്റ്. ശ്വാസം എടുത്ത് കൈ ഉയർത്തുക, ലോക്ക് ചെയ്യുക, ബോഡി മുകളിലോട്ട് വലിച്ചു പിടിക്കുക. ഓക്കെ ഗുഡ്. ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടത് കാല് ടച്ച് ചെയ്ത് കുനിഞ്ഞിരുന്ന ഇടത് കാല് എവിടെയാണോ പറ്റുന്നത് അവിടെ പിടിച്ച് കുനിഞ്ഞിരിക്കുക. ഓക്കെ ഗുഡ്. സ്റ്റേ 1 2 3 4 5 6 7 8 9 10. ശ്വാസം എടുത്ത് കൈ ഉയർത്താം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യാം. ഓക്കെ, ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് വർക്കൗട്ടിൻ്റെ ക്ലാസ്സാണ്. പറ്റുന്നത് മാത്രം ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്ത് ചെയ്യാം. കുറച്ച് ദിവസത്തിന് ശേഷം വന്നാൽ ബ്രേക്ക് എടുത്ത് ചെയ്യുക. അതുപോലെ വെയിറ്റ് കുറഞ്ഞ ആൾക്കാർ കുറച്ചേ ചെയ്യാവും. നമ്മളൊരു 10 പ്രാവശ്യം ചെയ്യണമെങ്കിൽ നിങ്ങളൊരു 4 6 പ്രാവശ്യമാകുമ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, എൻ്റെ പുറകെ വരരുത്. നമ്മൾ വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് വർക്കൗട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് പറയില്ല. ഓക്കെ, പെട്ടെന്ന് ടയേർഡായിപ്പോൾ. ഇടയ്ക്ക് ഒരുപാട് ബ്രേക്ക് ആയതുകൊണ്ട് കുറച്ച് ചെയ്യിപ്പിക്കുകയുള്ളൂ. എന്നാലും നിങ്ങൾ ടയേർഡായിപ്പോയാൽ സ്റ്റോപ്പ് ചെയ്യുക. നമുക്ക് അടുത്ത ആഴ്ച ചെയ്യുമ്പോൾ എല്ലാം തിരിച്ചു പിടിക്കുക. ഓക്കെ, ഇപ്പോൾ ഇടയ്ക്കുള്ള ബ്രേക്ക് ആയതുകൊണ്ട് നിങ്ങൾ ടയേർഡായിപ്പോൾ. അതുകൊണ്ട് കുറച്ചായിട്ട് ചെയ്ത് ബോഡി ഒന്ന് സെറ്റ് ആക്കാം. ഓക്കെ, നമുക്ക് ജാനു ശീർഷാസനയുടെ വേറൊരു വേരിയേഷൻ ചെയ്യാം. നമ്മുടെ വലത് കാലിൻ്റെ പുറത്തെടുത്ത് ഇടത് കാലം വയ്ക്കുക. അച്ഛൻ വലത് കാലിൻ്റെ പുറത്ത് ഇടത് കാലം എടുത്ത് വയ്ക്കുക. അച്ഛോ. ഓക്കെ ഗുഡ്. ശ്വാസം എടുത്ത് കൈ ഉയർത്തി എല്ലാവരും പറ്റുന്ന പോലെ ലോക്ക് ചെയ്തേ. ബോഡി മുകളിലോട്ട് വലിച്ച് പിടിച്ചോ. ഓക്കെ ഗുഡ്. ശ്വാസം പുറത്തേക്ക് വിട്ട് വലത് കാലിൻ്റെ എവിടെയാണോ പറ്റുന്നത് അവിടെ പിടിച്ച് കുനിഞ്ഞിരിക്കുക പറ്റുന്നത് പോലെ. ഓക്കെ ഗുഡ്. സ്റ്റേ 1 2 3 4 5 6. ശ്വാസം എടുത്ത് കൈ ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യാം. ഓക്കെ ഗുഡ്. ഇനി ഓപ്പോസിറ്റ് ചെയ്യാം. ഇടത് കാലിൻ്റെ പുറത്ത് വലത് കാലെടുത്ത് വെച്ച് പറ്റുന്നത് പോലെ കയറ്റി വെച്ചോളൂ. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബോഡി ആണെങ്കിൽ കുറച്ചും കൂടെ കയറിയിരിക്കും. പറ്റാത്തവർ പറ്റുന്നത് പോലെ വെച്ചാൽ മതി. കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയാവും. ഓക്കെ, ശ്വാസം എടുത്ത് കൈ ഉയർത്താൽ ലോക്ക് ചെയ്ത എല്ലാവരും ബോഡി മുകളിലോട്ട് വലിച്ചു പിടിക്കുക. ഓക്കെ ഗുഡ്. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരം മൊത്തം ലൂസായിട്ട് ഇടത് കാല് ടച്ച് ചെയ്ത് കുനിഞ്ഞിരുന്ന് പറ്റുന്നിടത്ത് പിടിച്ച് കുനിഞ്ഞിരിക്കുക. ഓക്കെ ഗുഡ്. സ്റ്റേ 1 2 3 4 5 6. ശ്വാസം എടുത്ത് കൈ ഉയർത്താം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യും. ഓക്കെ, എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. ഓക്കെ ഗുഡ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോൾഡർ പെയിനൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പറ്റുമെന്നുള്ളവർ ട്രൈ ചെയ്യുക. 2 കൈമുട്ടുണ്ടല്ലോ, 2 കൈമുട്ട് പുറകിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ഫുൾ കിടക്കരുത്, കൈമുട്ടിൽ മാത്രം. കൈമുട്ടിൽ പകുതി ഉയർന്ന് നിൽക്കണം. കണ്ടോ, കൈമുട്ടിലാണ് ബലം കൊടുക്കുന്നത് എന്നോ. ഓക്കെ, ഇനി ഓരോ കാലും മുകളിലേക്ക് ഉയർത്താം. വലത് കാല് ശ്വാസം എടുത്ത് ഉയർത്തിയ 1. സാവധാനം താഴെ വയ്ക്കുക. ഇടത് കാല് മുകളിലേക്ക് ഉയർത്തിയ ശ്വാസം എടുത്ത് 1 2. ഓരോ കാലും മുകളിലേക്ക് ഉയർത്താം. 1 2. ഓപ്പോസിറ്റ് 1 2 1 2. ഓപ്പോസിറ്റ് 1 2 1 2 1 2 1 2 1 2. ഓക്കെ ഗുഡ്. റിലീസ് ചെയ്യുക. നെക്സ്റ്റ് ഒരു കാല് മാത്രം മുകളിലേക്ക് ഉയർത്തി ഹോൾഡ് ചെയ്യണം. കാൽമുട്ട് മടങ്ങാതെ സ്ട്രെയിറ്റ് ആക്കി വെച്ച്. ഓക്കെ ഗുഡ്. സ്റ്റേ 1 2 3 4 5 6. സാവധാനം താഴെ വയ്ക്കുക. ഓപ്പോസിറ്റ് കാല് മുകളിലേക്ക് ഉയർത്തി ഹോൾഡ് ചെയ്ത് 1 2 3 4 5 6. ശ്വാസം പുറത്തേക്ക് വിട്ട് താഴെ വയ്ക്കുക. ഓക്കെ ഗുഡ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന 2 കാല് മുകളിലേക്ക് ഒരുമിച്ച് ഉയർത്തി കണ്ടോ ക്രോസ് ചെയ്യുക. കാല് 1 2 3 4 5 6 7
8 9 10. ഓക്കെ, സാവധാനം കാല് താഴെ വയ്ക്കുക. ഓക്കെ, സാവധാനം തിരിച്ചു വരാം. കൈ മുട്ടിൽ സപ്പോർട്ട് ചെയ്ത് റിലാക്സ് ആയിട്ട് വന്നേ. ഓക്കെ, ഗുഡ്. എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ചേക്കാട്ടിലും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടുന്നതിനുള്ള എക്സസൈസാണ് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യൂല, അപ്പം നമുക്ക് എല്ലാ ദിവസവും ചെയ്ത് കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാം അല്ലേ. എന്തായാലും സ്വന്തമായിട്ട് ചെയ്യൂലല്ലോ നിങ്ങൾ. ഞാൻ നിങ്ങൾക്ക് എന്നെ കണ്ടാലേ യോഗ വരുള്ളൂ, പിന്നെ ഞാൻ എന്ത് ചെയ്യും പറയും. ഓരോ ആൾക്കാർ കൈ ഉയർത്തണം. ഓക്കെ ഓക്കെ, എന്തായാലും നമുക്ക് എല്ലാ ദിവസവും കണ്ണിൻ്റെ എക്സസൈസ് ചെയ്യാം. സിമ്പിളല്ലേ, ഇടയ്ക്ക് അതും കൂടെ കണക്ട് ചെയ്ത് പോവാം. എല്ലാവരും സന്തൂർ മമ്മിയായിട്ട് കണ്ണിൻ്റെ കാഴ്ചയും കുറഞ്ഞിരുന്നാൽ ശരിയാവും. സന്തൂർ മമ്മി ആവണതിൻ്റെ കൂട്ടത്തിൽ കാഴ്ചയും കൂടെ വേണമെങ്കിൽ സെറ്റ് ആവുള്ളൂ. ഓക്കെ, കടലൊക്കെ ഒന്ന് സ്ട്രൈറ്റ് ആക്കി വയ്ക്കുക. ഓക്കെ, കണ്ണൊക്കെ നന്നായിട്ട് തുറന്ന് വെച്ചേ. ഓക്കെ, ഇനി കണ്ണിൻ്റെ കൃഷ്ണമണി വലത്തോട്ട് ഇടത്തോട്ട് ചലിപ്പിക്കുക. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. സാധാരണ കണ്ണടയ്ക്കുക. ഉള്ളം കൈ നന്നായിട്ട് കൂടി തിരുമേ. 2 കൈ കപ്പ് ചെയ്യുക, കണ്ണിൻ്റെ പുറത്ത് വയ്ക്കുക. ഒരികൂടെ ചെയ്യാം. ഒരികൂടെ ചെയ്യാം. ഓക്കെ, കൂടി സാവധാനം തിരിച്ചു വരാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് മുകളിലേക്കും താഴേക്കും നോക്കുക, കണ്ണ് മാത്രം ചലിപ്പിക്കുക. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. സാവധാനം കണ്ണടയ്ക്കുക. ഉള്ളം കൈ നന്നായിട്ട് കൂട്ടിത്തിരുമ. ഓക്കെ, 2 കൈ കപ്പ് ചെയ്യുക, കണ്ണിൻ്റെ പുറത്തേക്ക് വയ്ക്കുക. ഒരികൂടെ ചെയ്തേ. ഒരികൂടെ ചെയ്യാം. സാവധാനം കണ്ണ് തുറക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന കണ്ണ് ചിമ്മി ചിമ്മി അടയ്ക്കുക തുറക്കുക, അടയ്ക്കുക തുറക്കുക ചെയ്തേ. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. സാവധാനം കണ്ണടയ്ക്കുക. ഉള്ളം കൈ നന്നായിട്ട് കൂട്ടിത്തിരുമ. 2 കൈ കപ്പ് ചെയ്യുക, കണ്ണിൻ്റെ പുറത്ത് വയ്ക്കുക. ഒരികൂടെ ചെയ്യാം. ഓക്കെ, സാവധാനം റിലാക്സ് ആയിട്ടിരിക്കുക. ഓക്കെ, കഴുത്തിൻ്റെ എക്സസൈസ് ചെയ്യുക. അപ്പ് ഡൗൺ. അപ്പ് എന്ന് പറയുമ്പോൾ പിറയിലേക്ക് മാക്സിമം കൊണ്ടുപോവുക. ഡൗൺ എന്ന് പറയുമ്പോൾ നമ്മുടെ താടി നെഞ്ചിൽ ടച്ച് ചെയ്യുക. ഓക്കെ, ചെയ്ത് നോക്കിയേ. അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ up down center. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് സൈഡ് ലുക്കിങ്, വല സൈഡിലോട്ട് നോക്കാം. 1 സെൻറ്റർ 2 സെൻറ്റർ 1 സെൻറ്റർ 2 സെൻറ്റർ 1 സെൻറ്റർ 2 സെൻറ്റർ. ഓക്കെ, വല സൈഡിലോട്ട് നോക്കി ഹോൾഡ് ചെയ്ത്. ഓക്കെ, ഗുഡ്. സ്റ്റേ 1 2 3 4 5 6 സെൻറ്റർ. ഓക്കെ, ഓപ്പോസിറ്റ് നോക്കിയേ. ഓക്കെ, ഗുഡ്. സ്റ്റേ 1 2 3 4 5 6 സെൻറ്റർ. ഓക്കെ, സാവധാനം റിലീസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പല സൈഡിലോട്ട് കഴുത്ത് ചരിച്ച് വയ്ക്കുക. അതായത് കൈ കൊണ്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിച്ച്. ഓക്കെ, ഗുഡ്. സ്റ്റേ 1 2 3 4 5 6 റിലീസ് ചെയ്യുക. ഇടത് സൈഡിലോട്ട് ചരിച്ച് വയ്ക്കുക. ഇടത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിച്ച്. ഓക്കെ, ഗുഡ്. സ്റ്റേ 1 2 3 4 5 6 സാവധാനം റിലീസ് ചെയ്യുക. ഓക്കെ, ഗുഡ്. 2 കൈ ഫ്രണ്ടിലോട്ട് നീട്ടിയ. 1 2 3 4 5 6 7 8 9 10. കൈ തിരിച്ച് പിടിച്ച കൈപ്പത്തി അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. 1 2 3 4
5 6 7 8 9 10. കൈ ചുരുട്ടി പിടിക്കുക. കൈ മുട്ട് മടങ്ങാതെ സ്ട്രൈറ്റ് ആക്കി വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്ത് 1 2 3 4 5 6. ഓപ്പോസിറ്റ് 1 2 3 4 5 6. വിരകളൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. 1 2 1 2 1 2 1 2 1 2 1 2. ഓക്കെ, റിലാക്സ് ആയിട്ടിരിക്കുക. ഓക്കെ ഗുഡ്. സാവധാനം കണ്ണു തുറക്കുക. രണ്ട് കൈ ഇങ്ങനെ വെച്ച് 1 2 3 4 5 6 7 8 9 10. സ്പീഡ് കൂട്ടിയേ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ ഗുഡ്. സാവധാനം റിലീസ് ചെയ്യുക. ഓക്കെ, എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ട് കണ്ണടച്ചിരിക്കുക. ഓക്കെ ഗുഡ്. സാവധാനം കണ്ണു തുറക്കുക. ഓക്കെ, സാവധാനം എഴുന്നേറ്റ് ചെയ്യുന്നോളൂ. അടുത്ത നെക്സ്റ്റ് നമ്മൾ വർക്കൗട്ടാണ് ചെയ്യുന്നത്. വെയിറ്റ് കുറയണമെന്ന് ആഗ്രഹമുള്ളവർ നന്നായിട്ട് ചെയ്യുക, അല്ലാത്തവർ എന്ത് ചെയ്യുക, കുറച്ച് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്ത് ചെയ്യുക. ഓക്കെ, ആരോഗ്യ പ്രശ്നമുള്ളവർ കുറച്ച് ചെയ്യുക. അതുപോലെ വെയിറ്റ് കുറഞ്ഞവർ എന്ത് ചെയ്യുക, വീണ്ടും ഒരുപാട് വർക്കൗട്ട് ചെയ്യണം. നിങ്ങളുടെ ബോഡിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെയ്യണം, കൂടുതൽ ചെയ്യരുത് എന്നേ ഉള്ളൂ. ഓക്കെ, പെട്ടെന്ന് ടയർഡായി പോകുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാമല്ലോ. രണ്ട് കൈ റൊട്ടേറ്റ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ ഗുഡ്. തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് 1 2 3 4 5 6 7 8 9 10. ഓക്കെ, കൈയൊക്കെ ഒന്ന് വീശി കൊടുക്കാം. ഓക്കെ, ഓരോ കൈ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്ത് 1 2 3 4 5 6 7 8 9 10. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മുന്നിലേക്ക് നീന്തുന്നില്ലേ, അതുപോലെ ചെയ്ത് 1 2 3 4 5 6 7 8 9 10. ഓക്കെ ഗുഡ്. തിരിച്ച് ഓപ്പോസിറ്റ് ചെയ്ത് 1 2 3 4 5 6 7 8 9 10. ഓക്കെ ഗുഡ്. രണ്ട് കൈ ഒന്ന് വീശി കൊടുത്ത് ഓക്കെ, രണ്ട് കൈ മടക്കി ഷോൾഡറിൽ വയ്ക്കുക. രണ്ട് കൈ മുട്ട ടച്ച് ചെയ്ത് ഷോൾഡർ പെയിൻ ഒന്നും വരാതിരിക്കട്ടെ എക്സസൈസ് ചെയ്യുക. പുറകിലോട്ട് മാക്സിമം റൊട്ടേറ്റ് ചെയ്യുക, നന്നായിട്ട് നിളഞ്ഞ്. 1 2 3 4 5 6 7 8 9 10. തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് 1 2 3 4 5 6 7 8 9 10. ഓക്കെ, കൈയൊക്കെ ഒന്ന് വീശി കൊടുക്കാം. രണ്ട് കൈ ഇടുപ്പിലോട്ട് വെച്ച് റൊട്ടേറ്റ് ചെയ്യാം. 1 2 3 4 5 6. ഓപ്പോസിറ്റ് 1 2 3 4 5 6. ഓക്കെ, സാധാരണ റിലീസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന 1 2 3 4. 1 2 3 4 നമ്മൾ പുറകെ ക്ലാപ്പ് ചെയ്യാം. 1 2 3 4. നന്നായിട്ട് ചെയ്തേ. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഓക്കെ, കൈയൊക്കെ ഒന്ന് വീശി കൊടുക്കുക. രണ്ട് കാലം ഓപ്പൺ ചെയ്യുക. രണ്ട് കൈ പുറകെ സപ്പോർട്ട് ചെയ്ത് തല പുറകിലേക്ക് വെച്ച് കണ്ണടച്ചിരിക്കുക. നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും മാത്രം ശ്രദ്ധിച്ച് നിന്ന് എല്ലാവരും.
ഓക്കെ, കുറച്ച് സാവധാനം തിരിച്ചു വരാം. ഇനി ഡിസ്ക് കംപ്ലൈൻറ്റ്, നട്ടൽ തേയ്മാനം ഒന്നുമില്ല. സാധാരണ ഉണ്ടാകുന്ന നടുവേദന കുഴപ്പമില്ല, അല്ലാതെ ഡിസ്ക് കംപ്ലൈൻറ്റ്, നട്ടൽ തേയ്മാനം, ഡിസ്ക് ബൾജ് ചെയ്തിരിക്കുന്നു, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളവർ ചെയ്യരുത്, മിണ്ടാതെ നിൽക്കുക. അല്ല എക്സാക്റ്റ്. വേറെ ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലാത്തവർ 2 കാലം ഓപ്പൺ ചെയ്ത് വെച്ചോ. 2 കൈ കൊണ്ട് വീശി കാൽ ടച്ച്. 1 2 3 4 5 6 7 8 9 10. ചെയ്തേ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഗുഡ്. റിലാക്സ് ആയിട്ട് നിൽക്കുക. ഓക്കെ, കുറച്ച് സാവധാനം തിരിച്ചു വരാം. നെക്സ്റ്റ് 2 കൈ ഇങ്ങനെ വെച്ചോ. എല്ലാവരും കാല് ചേർത്ത് വെച്ചോ, ഷോൾഡർ ലെവൽ വെച്ചോ കൈ. 1 2 1 2. അരക്കെട്ട് നല്ല ഷേപ്പ് ആവേണ്ട എക്സസൈസാണ്. 1 2 1 2 1 2 1 2 1 2 1 2. ഓക്കെ, റിലീസ് ചെയ്യുക. റിലാക്സ് ആയിട്ട് നിൽക്കുക. വെയിറ്റ് കുറഞ്ഞവർ കുറച്ച് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഒരു സാധാരണ തിരിച്ചു വരാം. നെക്സ്റ്റ് 2 കൈ ഇങ്ങനെ വെച്ചേ. ബാലൻസിന് വേണ്ടി വയ്ക്കുന്നതാണ്. ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം വലത് കാല് മുന്നിലേക്ക് ചലിപ്പിക്കുക. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഗുഡ്. സ്റ്റോപ്പ് ചെയ്യുക. ഓപ്പോസിറ്റ് കാല് ചെയ്ത്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, റിലാക്സ് ആയിട്ട് നിൽക്കുക. ഇടയ്ക്കിടയ്ക്ക് കാല് പോവും, വീണ്ടും എടുത്ത് വെച്ച് ചെയ്യണം. ഓക്കെ, വിട്ട് കളയരുത്. ഓക്കെ, ചിലപ്പോൾ മൈൻഡ് മാറുമ്പോഴാണ് കാലിങ്ങനെ മാറിപ്പോകുന്നത്. നമ്മൾ ബ്രീത്തിൽ മാത്രം ശ്രദ്ധിച്ച് ചെയ്താൽ ചെയ്യാൻ പറ്റും. ഓക്കെ, റിലാക്സ് ആയിട്ട് നിൽക്കുക. ഓക്കെ, സാവധാനം കണ്ണു തുറക്കുക. 2 കൈ ഇങ്ങനെ ലോക്ക് ചെയ്ത് 2 കാല് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചേ. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. ഓക്കെ, റിലാക്സ് ആയിട്ട് നിൽക്കുക. ഓക്കെ, സാവധാനം തിരിച്ചു വരാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് കാലിലെ ഹാഫ് മസിൽസ്. ഇവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്. 2 കൈ ഇടുപ്പിലോട്ട് വയ്ക്കുക. 1 എന്ന് പറയുമ്പോൾ കാലിൻ്റെ ഉപ്പുറ്റി ഉയർത്തണം, ഹോൾഡ് ചെയ്ത് നിറയ്ക്കുക. 2 എന്ന് പറയുമ്പോൾ താഴെ വയ്ക്കാവും. ഓക്കെ, ചെയ്തോളൂ. 1 2 1 2 1 2 1 2 1 2 1 2 1 2. ഒരു പോയിന്റിലോട്ട് സൂക്ഷ്മമായിട്ട് നോക്കിക്കോ, അപ്പം നിൽക്കാൻ പറ്റും. 1 2 1 2. ഓക്കെ, എല്ലാവരും കൈ വീശി നടന്നോളൂ. 1
2, 3, 4, 5, 6, 7, 8, 9, 10. ഓടിയേ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ചാടി ചാടി ഓടിയ സ്പീഡിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ ഗുഡ്. റിലാക്സ് ആയിട്ട് നിൽക്കാം. ഓക്കെ, കുറച്ച് സാവധാനം തിരിച്ചു വരാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കാലിൻ്റെ ഉപ്പുറ്റി മാത്രം താഴെ വെച്ചിട്ട് നടക്കുക. വേണ്ട, കാലിൻ്റെ ഉപ്പുറ്റിയിൽ മാത്രം നടക്കുക. മാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഒരിക്കലും ചെയ്തേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ ഗുഡ്. എല്ലാവരും തിരിച്ചു വരൂ, ഓടി വരൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന വിരലുകളിൽ മാത്രം നടക്കുക. കാലിൻ്റെ ഉപ്പുറ്റി ഉയർത്തി നമ്മുടെ വിരലുകളിൽ മാത്രം നടക്കുക. സ്റ്റാർട്ട് ചെയ്തോളൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇവിടെ ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, റിലാക്സ് ആയിട്ട് നിൽക്കുക. ഓക്കെ, രണ്ട് കൈ ഓപ്പൺ ചെയ്യുക. രണ്ട് കൈ പുറകെ കെട്ടിയ കണ്ണടച്ച് റിലാക്സ് ആയിട്ട് നിൽക്കുക. നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും മാത്രം ശ്രദ്ധിച്ച് നിന്ന് നിങ്ങളുടെ ബോഡിയിൽ ഒന്ന് മാറ്റത്തെ ശ്രദ്ധിക്കുക. നിങ്ങൾ ക്ലാസ്സിന് വന്നപ്പോൾ ആണോ ആ ഒരു സമയത്തുണ്ടായിരുന്ന നിങ്ങളുടെ ബോഡി എനർജി ഒക്കെ ആണോ എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ തല മുതൽ പാദം വരെ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കുവാണ്. അതൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ് ഓക്കെ, ഒരു സാധനം തിരിച്ചിട്ട് 1-2 വർക്കൗട്ടും കൂടെ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, ടയേർഡായോ? ഓക്കെ ആണെന്നുള്ളൊരു കൈ കാണിച്ചേ. ഓക്കെ ആണ്. ടയേർഡായോ? ഇല്ല, ഓക്കെ ആണ്. ടയേർഡായവരിരുന്നോളൂ. എല്ലാവരും എല്ലാം ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഒരാഴ്ച കഴിയുമ്പോൾ ഓക്കെ ആവും. നമ്മൾ ഇടയ്ക്ക് ബ്രേക്ക് ആയതുകൊണ്ടാണ് വീണ്ടും ചെയ്യുമ്പോൾ ടയേർഡായി പോകുന്നത്. വീണ്ടും നമ്മൾ ഒരാഴ്ച ചെയ്ത് വരുമ്പോൾ അടുത്ത ആഴ്ചയാകുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള എനർജി താനെ നമ്മുടെ ബോഡിയിൽ ഉണ്ടായി വരും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഓക്കെ, ആദ്യം രണ്ട് കൈ ഇങ്ങനെ വയ്ക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സ്പീഡ് ഓട്ടിയേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യുക. റിലാക്സ് ആയിട്ട് നിൽക്കുക. ഓക്കെ, സാധാരണ തിരിച്ചു വരാം. രണ്ട് കൈ മുകളിലേക്ക് വരുത്തുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സ്പീഡ് ഓട്ടിയ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. പറ്റുന്ന ഒരു റൗണ്ട് കൂടെ ചെയ്തേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, റിലാക്സ് ആയിട്ട് നിൽക്കുക. നന്നായിട്ട് ശ്വാസം എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. റിലാക്സ് ആയിട്ട് നിൽക്കുക.
ഓക്കെ ഗുഡ്. ഇനി ഒന്നുകൂടെ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, രണ്ട് കൈ തലണം പുറകിലേക്ക് വെച്ചേ. ഓക്കെ, വലത് കൈയും ഇടത് കാലും. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. പറ്റുന്ന ഓരോ റൗണ്ടും കൂടെ ചെയ്ത 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. സാവധാനം സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, റിലാക്സ് ആയിട്ട് നിൽക്കുക. വെയിറ്റ് കുറയണമെന്ന് ആഗ്രഹമുള്ളവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഓക്കെ, ഈ ഒരാഴ്ച കുറച്ച് ചെയ്താൽ മതി. ഓരോ ദിവസം കഴിയുന്നതോറും കുറച്ചായിട്ട് എണ്ണം കൂട്ടി ചെയ്യാം. ഓക്കെ, ഓക്കെ. ബോഡി ഒന്ന് കൂളാകാനായിട്ട് ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ രണ്ട് കാലം ഓപ്പൺ ചെയ്ത് വെച്ച് ശ്വാസം എടുത്ത് രണ്ട് കൈ ഫ്രണ്ടിലോട്ട് ആക്കുന്നതോടൊപ്പം ആ തുറന്ന് എക്സേൽ ചെയ്യും. 1 2 3 4 5 6 7 8 9 10. ഓക്കെ ഗുഡ്. റിലാക്സ് ആയിട്ട് നിൽക്കുക. നമ്മുടെ ബോഡിയിൽ ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടാവും. റിലാക്സ് ആയിട്ട് നിൽക്കുക. ഓക്കെ, സാവധാനം ഇരുന്നോളൂ. സാവധാനം ഇരിക്കുക. രണ്ട് കാലം ഓപ്പൺ ചെയ്യുക. രണ്ട് കൈ പുറകെ സപ്പോർട്ട് ചെയ്യുക. കാലൊക്കെ ഒന്ന് നീക്കി കൊടുത്ത് 1 2 3. ഓക്കെ ഗുഡ്. കാലം തുടങ്ങാൻ കണക്കാം. 1 2 3. ഓക്കെ ഗുഡ്. ഓക്കെ ഗുഡ്. സാവധാനം തിരിച്ചു വരാം. ടയേർഡായോ എല്ലാവരും? ടയേർഡായി ഇല്ല? ടയേർഡായോ? ടയേർഡായോ ഒരു കൈ ഉയർത്തിയേ. ആയില്ലേ? ടയേർഡായി. ഓക്കെ, ഓണസദ്യയൊക്കെ പുറത്ത് പോട്ടെ. വേറെ ടയേർഡായ ആരുമില്ല. ഓക്കെ ഓക്കെ. നമ്മൾ ഇടയ്ക്ക് ബ്രേക്ക് ആയതുകൊണ്ടാണ്. സാരമില്ല, എല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാം. ഓക്കെ, ചെയ്ത് തരുമ്പോൾ ഓക്കെ ആവും. പിന്നെ ചൂട് സമയം കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് ബോഡി ടയേർഡാവും. ഓക്കെ, ഇത് നമുക്ക് ഒരു കൂളിംഗ് പ്രാണായാമം പറഞ്ഞു തരാം. അതായത് നമ്മുടെ ബോഡി തണുപ്പിക്കാനായിട്ടുള്ളൊരു പ്രാണായാമം. നമുക്ക് വെള്ളം ദാഹം ഉള്ള സമയത്ത് ഈ പ്രാണായാമം ചെയ്താൽ വെള്ളദാഹം കുറയും. അപ്പോൾ നമ്മുടെ ഭയങ്കരമായിട്ട് നമ്മൾ ചൂടായിരിക്കുന്ന സമയത്ത് ഈ ഒരു പ്രാണായാമം ചെയ്താൽ നമ്മുടെ ശരീരം മൊത്തം കൂളാവും. അതിനുവേണ്ടി ചെയ്യുന്നതാണ് കൂളിംഗ് പ്രാണായാമം എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് നാക്ക് കൂർപ്പിക്കുക. അറിയോ? ഓക്കെ, അറിയാലോ. നാവിലൂടെ ശ്വാസം അകത്തോട്ട് എടുക്കണം. ഈ ചുരുട്ടിയിട്ട് ഈ ഒരു ചുരുട്ടി ഇരിക്കുന്നതിലൂടെ അകത്തോട്ട് എടുക്കണം. അകത്തോട്ട് കുറേ സമയം ഒരു 10 പ്രാവശ്യമൊക്കെ എടുത്തതിന് ശേഷം വാ അടച്ചിട്ട് മൂക്കിലൂടെ എക്സേൽ ചെയ്യണം. ഓക്കെ, ചെയ്ത് നോക്കി. ആദ്യം കിട്ടൂല, നമ്മൾ ചെയ്ത് തരുമ്പോൾ കിട്ടുള്ളൂ. അകത്തോട്ട് വലിച്ചെടുത്ത് ബ്രീത്ത്. നല്ല തണുപ്പായിരിക്കും. മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. എല്ലാവരും ചെയ്ത് നോക്കിയേ, നിങ്ങളവിടെ പറ്റുന്നത് പോലെ. നാവിലൂടെ അകത്തോട്ട് എടുക്കണം. മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. വീണ്ടും നാവിലൂടെ എടുക്കുക.
മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. മനസ്സിലായോ? സംശയമുണ്ടോ ആർക്കെങ്കിലും? ഇല്ല, മനസ്സിലായി? ഓക്കെ. ഞാൻ ടയേർഡായി വെള്ളദാഹം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ചെയ്തപ്പോൾ എനിക്ക് വെള്ളദാഹം മാറും. വെള്ളം ദാഹമുള്ള സമയത്ത് ബോഡി ടയേർഡാകുമ്പോൾ ഇത് ചെയ്ത് നമ്മൾ ശരീരം ഇപ്പോൾ ചൂടായിട്ടിരിക്കുവാണെന്ന് വയ്ക്കും. ഭയങ്കരമായിട്ട് ചൂടായിട്ടിരിക്കുവാണെങ്കിൽ ഈ ഒരു പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി കൂളാവും. അതുപോലെ മനസ്സ് ഭയങ്കര ടെൻഷനായിട്ട് ഹൈ BP ഉള്ളവരൊക്കെ ഇത് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ തണുപ്പ് സമയത്ത് ഇത് ചെയ്യാൻ പാടില്ല. ഓക്കെ. തണുപ്പ് സമയത്ത് നല്ല പനിയൊക്കെ ഉള്ള സമയത്ത് ചെയ്യാൻ പാടില്ല. കാരണം പനിയുള്ള സമയത്ത് നമുക്ക് കുളിര് വരാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു കൂളിംഗ് പ്രാണായാമം ചെയ്ത ശരീരം വീണ്ടും താഴോട്ട് പോകുമ്പോൾ പനി കൂടും. ആ സമയത്തൊന്നും ചെയ്യാൻ പാടില്ല. അല്ലാതെ നമ്മൾ ചൂട് സമയത്ത് ചെയ്യേണ്ട പ്രാണായാമമാണിത്. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? ഇനി എവിടെയെങ്കിലും വെള്ളം കിട്ടാതെ കഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രാണായാമം ചെയ്താൽ മതി. ഓക്കെ, വെള്ളദാഹമൊക്കെ മാറും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പ്രാണായാമം ചെയ്യാം. ഇത് പ്രാണായാമമാണ് കേട്ടോ, കൂളിംഗ് പ്രാണായാമം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നാഡീശുദ്ധി പ്രാണായാമം ചെയ്യാം. ബ്രീത്ത് ഹോൾഡ് ചെയ്തിട്ടുള്ളത് ചെയ്യാം. 2 കൈ ചിമ്മുദ്ര വയ്ക്കുക, നട്ടല് സ്ട്രൈറ്റ് ആക്കി വയ്ക്കുക, ഷോൾഡറൊക്കെ ഓപ്പൺ ചെയ്യുക. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. നിങ്ങളുടെ ബോഡിയിലൊന്ന് മാറ്റത്തെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ തല മുതൽ പാദം വരെ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കുവാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളുടെ ബോഡിയിലൊന്ന് മാറ്റത്തെ ശ്രദ്ധിക്കുക. റിലാക്സ് ആയിട്ടിരിക്കുക. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന്. സ്വന്തമായിട്ട് പറഞ്ഞേ, സെൽഫ് ലവ്. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. മറ്റാരെന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞ് മനസ്സിലൊന്ന് പറഞ്ഞ് നിങ്ങളോട് തന്നെ ഒന്ന് ചിരിച്ചേ. എല്ലാവരും നിങ്ങളോട് തന്നെ ഒന്ന് ചിരിച്ചേ. കണ്ണടച്ച് നിങ്ങളോട് തന്നെ ഒന്ന് ചിരിക്കുക. നിങ്ങളുടെ ചുണ്ടുകളിൽ ചെറിയ പുഞ്ചിരി വരട്ടെ. ചെറുതായിട്ടൊന്ന് ചിരിക്കുക. റിലാക്സ് ആയിട്ടിരിക്കുക. ഞാൻ എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി 1 മണിക്കൂർ, കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും മാറ്റി വച്ചിരിക്കും എന്നൊരു തീരുമാനം എടുത്ത എല്ലാവരും. എന്തൊക്കെ തിരക്കുണ്ടായാലും എങ്ങനെയെങ്കിലും 1/2 മണിക്കൂറെങ്കിലും ഞാൻ എനിക്ക് വേണ്ടി മാറ്റി വച്ചിരിക്കും. ഞാൻ എന്നെ നോക്കിയില്ലെങ്കിൽ എൻ്റെ ആരോഗ്യം എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ എന്നെ നോക്കിയില്ലെങ്കിൽ മറ്റാർക്കും എൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റില്ല. സ്വന്തമായിട്ട് പറഞ്ഞേ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങളോട് തന്നെ പറഞ്ഞൊരു വാക്ക് കൊടുത്ത് നന്നായിട്ട് ശ്വാസം എടുക്കുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. സാവധാനം കണ്ണുറക്കുക. ഇടത് കൈ ചിമ്മുദ്ര വയ്ക്കുക. വലത് കൈ നാസിക മുദ്ര, അതായത് നമ്മുടെ ചൂണ്ടുവിരലും നടുവിരലും മടക്കുക. അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ചൂണ്ടുവിരലും നടുവിരലും മടക്കുക. മടക്കിയിട്ട് ഈ കൈനെ തിരിച്ചെടുക്കണം. കൈനെ തിരിച്ചെടുത്തിട്ട് 2 മൂക്ക് അടച്ചു പിടിച്ചേ. 2 മൂക്ക് അടച്ചു പിടിച്ചോ? ഓക്കെ. ഇനി ഞാൻ ബ്രീത്ത് പറയും. ശ്വാസം എടുക്കുന്ന 1 2 3 കൗണ്ട് ചെയ്യും. ഇടത് മൂക്കിലൂടെയാണ് തുടങ്ങേണ്ടത്, ഇടത് മൂക്കിലൂടെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കേണ്ടത് 1 2 3 4 സെക്കൻഡ്. ഹോൾഡ് ചെയ്യേണ്ട 12 സെക്കൻഡാണ്. പറ്റുന്ന അത്ര ഹോൾഡ് ചെയ്താൽ മതി. ശ്വാസം പുറത്തേക്ക് വിടുന്നത് 8 4 4 8. എടുക്കുന്നതിൻ്റെ ഇരട്ടിയാണ് പുറത്തേക്ക് വിടേണ്ടത്. ഞാൻ പറയും, അതനുസരിച്ച് നിങ്ങൾ ഹോൾഡ് ചെയ്താൽ മതി. ഓവർ സ്ട്രെയിൻ എടുത്ത് 2 മൂക്കിനെ പിടിച്ച് ശ്വാസം മുട്ടരുത്. പറ്റുന്ന പോലെ ചെയ്യുക, കൂളായിട്ട്. ഓക്കെ. 2 മൂക്ക് അടച്ചു പിടിച്ച് കണ്ണടയ്ക്കുക. ഇടത് മൂക്ക് തുറന്നേ. ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. 2 മൂക്ക് അടച്ചു പിടിക്കുക. ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വലത് മൂക്ക് തുറക്കുക. വലത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. 1 2 3 4 5 6 7 8. വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. 2 മൂക്ക് അടച്ചു പിടിക്കുക. ബ്രീത്ത് ഹോൾഡ് ചെയ്ത് എല്ലാവരും ഇടത് മൂക്ക് തുറക്കുക. ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടാം. 1 2 3 4 5 6
7 8. ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. രണ്ട് മൂക്ക് അടച്ചു പിടിക്കുക. ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. വലത് മൂക്ക് തുറക്കുക. വലത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. 1 2 3 4 5 6 7 8. വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. രണ്ട് മൂക്ക് അടച്ചു പിടിക്കുക. ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. ഇടത് മൂക്ക് തുറക്കുക. ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. 1 2 3 4 5 6 7 8. ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. രണ്ട് മൂക്ക് അടച്ചു പിടിക്കുക. ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. വലത് മൂക്ക് ഓപ്പൺ ചെയ്യുക. വലത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. 1 2 3 4 5 6 7 8. വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. രണ്ട് മൂക്ക് അടച്ചു പിടിക്കുക. ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. ഓക്കെ, ലാസ്റ്റ് എക്സിലേഷൻ. ഇടത് മൂക്ക് തുറക്കുക. ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടാം. 1 2 3 4 5 6 7 8. രണ്ട് കൈ റിലീസ് ചെയ്യുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. സാവധാനം കണ്ണുറക്കുക. രണ്ട് കൈ പുറകിൽ സപ്പോർട്ട് ചെയ്യുക. കാലക്കൊന്ന് ഇട്ടിട്ട് കാലക്കൊന്ന് ഷേക്ക് ചെയ്യുക. കാലക്കൊന്ന് അനക്കി കൊടുക്കുക. 1 2 3. കാലിൻ്റെ തുടഭാഗം നനക്കുക. 1 2 3. ഓക്കെ, ഗോഡ്. ഒരിക്കലും ചെയ്യുക. 1 2 3. ഓക്കെ, കാലിൻ്റെ തുടഭാഗം നനക്കുക. 1 2 3. ഒരിക്കലും ചെയ്യുക. 1 2 3. ഓക്കെ, രണ്ട് കാലം മടക്കി കുത്തി വെച്ച് ഓപ്പൺ ചെയ്ത് വെച്ച് വലത്തോട്ട് ഇടത്തോട്ട് ചരിച്ചു കൊടുക്കുക. വലത് സൈഡിലോട്ട് വരുമ്പോൾ രണ്ട് കാല് മുട്ട് താഴെ വരണം. ഇടത് സൈഡിലോട്ട് വരുമ്പോൾ രണ്ട് കാല് കണ്ടോ മുട്ട് താഴെ വന്ന് ചെയ്യണം. 1 2 3 4 5 6 7 8 9 10. ഒരിക്കലും ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, സാധാരണ കാലക്കൊന്ന് നീട്ടിയിടാം. ഓക്കെ, കാലക്കൊന്ന് ഇണക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയുമല്ലോ അല്ലേ? രണ്ട് കാലിങ്ങനെ ഓപ്പൺ ചെയ്ത് വച്ചാലേ രണ്ട് മുട്ടിങ്ങനെ താഴെ വരും. എല്ലാവരും കിടന്നിട്ട് രണ്ട് കാലം മടക്കി കുത്തി വലത്തോട്ട് ഇടത്തോട്ട് ചരിക്കാൻ പറയുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഒരു പവറും ഇല്ല. എന്താ പവറാണ് ഉള്ളത് ഇങ്ങനെ ചെയ്ത്? പക്ഷേ ഇങ്ങനെ രണ്ട് കാലം ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ രണ്ട് കാല് ചരിച്ച് വയ്ക്കുമ്പോൾ നടുവിന് നല്ലൊരു മസാജ് കിട്ടും. ബട്ടക്സ് ഒക്കെ ഒന്ന് ലൂസാവും. തുടയുടെ ഭാഗമൊക്കെ ഒന്ന് ലൂസാവും. നമ്മളിപ്പോൾ കുറേ സമയം ഇങ്ങനെ കാല് മടക്കി ക്രോസ് ലെഗ് പൊസിഷനിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ഇരിക്കുമ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് വേദനിക്കുന്നത്? നടുവേദന എടുക്കും. കാലിൻ്റെ തുടയിൽ ഇങ്ങനെ ഒരു തരിപ്പ് പോലത്തെ വേദന ഉണ്ടാവും ഇല്ലേ? ബട്ടക്സ് വേദന എടുക്കും ഇല്ലേ? വേദനിക്കില്ലേ? ഇങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പം നമ്മുടെ ഇത്രയും ഭാഗങ്ങൾ ലൂസാക്കണം ഇല്ലേ? ഇത്രയും ഭാഗങ്ങൾ ലൂസാക്കണമെങ്കിൽ രണ്ട് കാലം ഇങ്ങനെ വെച്ച് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. കിടന്നിട്ടായാലും നമ്മളെങ്ങനെയാണ് ചെയ്യേണ്ടത്? കിടന്നിട്ട് ചെയ്യുവാണെങ്കിൽ രണ്ട് കാലിങ്ങനെ മടക്കി കുത്തി വെച്ച് കണ്ടോ. 1 2 ഓപ്പൺ ചെയ്ത് വയ്ക്കണം. 1 2 1. എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെയാണ്. 1 2. ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ ഞാൻ ചിലപ്പോൾ ചെയ്ത് കാണിക്കുമ്പോൾ തല ഇവിടെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് തല അവിടെ വയ്ക്കുമ്പോൾ സൗണ്ട് കിട്ടൂല
അതുകൊണ്ടാണ് ഇങ്ങോട്ട് കിടന്നിട്ട് ചെയ്യുമ്പോൾ സൗണ്ട് കിട്ടൂല. ഇവിടെ തല വെച്ച് കിടന്നാലേ സൗണ്ട് കിട്ടുള്ളൂ. സൗണ്ട് തീരെ കുറവായിരിക്കും. റെക്കോർഡ് ക്ലാസ്സിലൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടൂല. മനസ്സിലായല്ലോ? അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, രണ്ട് കാലം ഓപ്പൺ ചെയ്തിട്ട് തന്നെ വലത്തോട്ട് ഇടത്തോട്ട് ചരിച്ചു കൊടുക്കണം. ഇപ്പോൾ വലത്തോട്ട് ഇടത്തോട്ട് ചെയ്തപ്പോൾ ബട്ടക്സ് ഒക്കെ ഒന്ന് ലൂസായില്ലേ, തോന്നുന്നില്ലേ, ഒന്ന് ഫ്രീ ആയതുപോലെ തോന്നുന്നില്ലേ? ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ക്യാമറ ഓഫായിട്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഓക്കെ, ക്ലോസ് ചെയ്യാമല്ലോ. എല്ലാവരും ഹാപ്പി ആണല്ലോ? ഒന്ന് ചിരിച്ചേ എല്ലാവരും. പോരട്ടെ? പോരട്ടെ. ഓക്കെ, അടിപൊളി. ഓക്കെ, രണ്ട് കൈ ചിമ്മുദ്ര കഴിക്കുക. കണ്ണട ചെയ്യുന്ന എല്ലാവരും. Inhale, exhale, inhale, exhale, inhale, exhale. നമസ്കാരം മുദ്ര. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് കണ്ണടച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. യോഗ ചെയ്യുന്നതിലൂടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച്. ഇനി വരാൻ പോകുന്ന ജീവിതശൈലി രോഗങ്ങൾ യോഗയിലൂടെ തടഞ്ഞു നിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഭൂമിയിലെ സർവ്വ സൃഷ്ടികൾക്ക് നന്മയുണ്ടാകാൻ പ്രാർത്ഥിച്ച്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് യോഗ ചെയ്യുന്നത് നിങ്ങളൊന്ന് മനസ്സിലൊന്ന് പ്രാർത്ഥിച്ച ഒരു നിമിഷം. നിങ്ങളിപ്പോൾ യോഗയിലോട്ട് വന്നിരിക്കുന്നതിന് ഒരു ആവശ്യം ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. ചിണ്ടാവും. താടി താഴ്ത്തുക, താടി ഉയർത്തുക, ഉള്ളം കൈ നന്നായിട്ട് കൂട്ടിത്തിരുമുക. രണ്ട് കൈ കപ്പിയ കണ്ണിൻ്റെ പുറത്ത് വെച്ച് മുഖമൊക്കെ സാവധാനം തടവിയെടുക്കാം. രണ്ട് കൈ മുന്നിലോട്ട് കൊണ്ടുവരാം. കണ്ണ് ചിമ്മി ചിമ്മി സാവധാനം ഉള്ളം കൈയിലോട്ട് കണ്ണൂറ നോക്കിയ എല്ലാവരും. ഓക്കെ, കൂടെ രണ്ട് കൈ പുറകെ സപ്പോർട്ട് ചെയ്യുക. ശ്വാസം എടുക്കുക. സാവധാനം മുന്നിലേക്ക് പറ്റുന്ന അത്രയും വന്ന്. ഓക്കെ, സാവധാനം തിരിച്ചു വരാം. ഓക്കെ, ഗുഡ്. ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരിക്കാൻ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.